ടിൻസു ഇത് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഒരു ചിന്ത ഇങ്ങനെയാണ്. ഈ ആദ്യം സോളാർ തുടങ്ങുമ്പോൾ സോളാറിന് വലിയ മാർക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ സോളാറിന് ഇത്രയും സാധ്യതകളുണ്ടെന്ന് സാധാരണ മനുഷ്യർക്ക് പോലും അറിയുന്നില്ല. അപ്പം നിങ്ങൾക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് ഞാൻ പറയും, നിങ്ങൾ കഠിനമായിട്ട് പ്രയത്നിച്ചതുകൊണ്ട് നിങ്ങളുടെ കമ്പനി വളർന്നു. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ 2017 തുടങ്ങിയതുപോലല്ല, ഇപ്പോൾ സോളാറിന് ഭയങ്കര മാർക്കറ്റ് നന്നായിട്ട് കൂടി. അത് അനുകൂലമായ പല സാഹചര്യങ്ങൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ ടിൻസു അതിനെ കാണുന്നത്, ഇപ്പോൾ ടിൻസു ആദ്യം പറഞ്ഞല്ലോ ഈ പള്ളിയിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഇപ്പോൾ സംഘടനാ പാഠമൊക്കെ ഇതിൻ്റെ പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ ഇപ്പോൾ ഇത്രയും മാർക്കറ്റ് ഇത്രയും പിടിക്കാൻ സാധിച്ചത്, അതോ ഒരു ദൈവാനുഗ്രഹം ഇതിൻ്റെ പുറകിലുള്ളത് കൊണ്ടാണോ ഇത്രയും മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി വരാൻ സാധിച്ചെന്ന് തോന്നുന്നുണ്ട്? അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും ഞാൻ എല്ലാ വേദികളിലും പ്രത്യേകം പറയാറ് തന്നെ ഉള്ളതാണ് ദൈവാനുഗ്രഹത്തെ പറ്റി. അതായത് മനുഷ്യരെല്ലാം ഓരോ പേരിലായിരിക്കും ഇതിനെ വിളിക്കുന്നത്. ചിലർ നിമിത്തമെന്ന് പറയും, അല്ലെ പ്രയത്നമെന്ന് പറയും, അതല്ലെങ്കിൽ ഭാഗ്യമെന്ന് പറയും, അല്ലേ നമ്മളെന്താ പറയുന്നത്, ചിലർ പറയും എന്താ അവൻ്റെ വര ശരിയായതെന്ന് പറയും. കുറച്ച് ആളുകൾ ദൈവാനുഗ്രഹം എന്ന് പറയും. അപ്പം തീർച്ചയായിട്ടും ഞാൻ അതിൽ ആ ദൈവാനുഗ്രഹം എന്ന് പറയുന്ന കാറ്റഗറി ചൂസ് ചെയ്യാനാണ് ഓഫ് കോഴ്സ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞല്ലോ, ആ വന്ന സാഹചര്യത്തിൽ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടിയ ഫിസിക്കൽ എക്സ്പീരിയൻസ് അല്ലെ എക്സ്പോഷേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം ഞാനീ പറഞ്ഞ പ്രസ്ഥാനങ്ങളും പള്ളിയും ഒക്കെ ആയിട്ട് ചേർന്ന് നിന്നപ്പം നമുക്ക് കഴിവിലുണ്ടായ വളർച്ച എന്നുള്ള ഒരു ലോജിക്കൽ വേയിൽ നോക്കിയാൽ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ അവിടുന്നുണ്ട്. രണ്ടാമത് ഒരു ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ്സും കാര്യങ്ങളും ഒരു ഗ്രോത്തിന് വേണ്ടി ഉണ്ടോ എന്നുള്ളത് ഓഫ് കോഴ്സ് 100% ഉറപ്പാണ്. അത് എന്താ പറയുക, ഞാനിപ്പം പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കപ്പോൾ അത്ര അറിയത്തില്ല. കാരണം ഞാൻ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു നോർമൽ വേയിലാണ് പോകുന്നത്. പക്ഷേ എൻ്റെ കൊച്ച് നാൾ തൊട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കുടുംബത്തിൽ വല്യപ്പൻ പകൽ സമയത്തൊക്കെ, അപ്പം എൻ്റെ ചെറുപ്പത്തിൽ വല്യപ്പനൊക്കെ നല്ല പ്രായമായി, ഒത്തിരി യാത്ര ചെയ്യാനോ ജോലി ചെയ്യാനൊന്നും മേലാത്ത സ്റ്റേജായല്ലോ. അപ്പം പകൽ മുഴുവൻ എപ്പോഴും ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരിത് വീട്ടിൽ അച്ചാച്ചനും അമ്മയ്ക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ വെളുപ്പിനെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇപ്പോഴും അച്ചാച്ചൻ വീട്ടിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ അസംഷൻ പള്ളി പെരുന്നാളായിരുന്നു. അപ്പോൾ അന്നേരം റോബിൻ പറയുമായിരുന്നു, ഞങ്ങൾ നാടകം പകുതിയായപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് വന്നപ്പോൾ പറഞ്ഞു. അപ്പം റോബിൻ ജസ്റ്റ് ക്യാഷ്വലി പറയുമായിരുന്നു, ഇത് പെരുന്നാളിൻ്റെ ഭാഗമാണ് നാടകം, അതുകൊണ്ട് ഇവൻ്റെ അച്ചാച്ചനും അമ്മയൊക്കെ പറയും, അവരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നാടകം വരെ പള്ളിയിലെ മുഴുവൻ കൂടിയ ഒരു അനുഗ്രഹമാകുന്നൊരു ഫീലാണ്. അപ്പോൾ എല്ലാത്തിനോടും ആ ഒരു പ്രതീതിയും ആ ഒരു അക്സെപ്റ്റൻസും എടുക്കുന്ന ഒരു നാട്ടിൻപുറവും പള്ളിയോട് ചേർന്ന് വന്ന ഒരു രീതിയും അങ്ങനെ ഒരു ലൈഫിലും ആയിരുന്നുകൊണ്ട് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം ഉണ്ടെന്ന് തന്നെ. ടിൻസു ഇത് പറയുമ്പോഴത്തേക്കും എനിക്ക് വരുന്ന കുറച്ച് ഓർമ്മകൾ, ഞാൻ ഈ ടിൻസുവിൻ്റെ പള്ളിയിൽ കൊച്ചച്ഛനായിരുന്നു, റോബിൻ്റെയും പള്ളിയിൽ കൊച്ചച്ഛനായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ ഈ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ടിൻസു പറയുമ്പോൾ ഞാനിപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ യുവാക്കളോടുമൊക്കെ ഞാൻ പറയാറുണ്ട്, ടിൻസുവിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. അതിന് കാരണം ഇതാണ്. ടിൻസു ഇപ്പോൾ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ദൈവമാണ് ഇങ്ങനെ വഴി നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ ടിൻസുവിൽ അത് കാണുന്നത് മറ്റൊരു തരത്തിലാണ്. ഈ യൂദീപ്തിയിലൊക്കെ യുവാക്കളുടെ സംഘടനയാണല്ലോ യൂദീപ്തി, നമ്മുടെ ചങ്ങനാശ്ശേരി അതൊരു സീറോ മലബാർ സഭയിലെ. അപ്പോൾ ടിൻസു ഞാനവിടെ ഉള്ള സമയത്താണ് ഈ എൻജിനീയറിംഗ് പഠിത്തം അവസാനിപ്പിക്കുന്നതും പഠിത്തം ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ പതുക്കെ വരുന്നതും പിന്നെ ഈ യൂദീപ്തിയിലൊക്കെ ഇൻവോൾവ് ആയി നിൽക്കുന്ന സമയമാണ്. അന്ന് സോളാർ തുടങ്ങിയിട്ടില്ല. അപ്പം എനിക്കിപ്പോഴും ഉള്ള ഓർമ്മ, രാത്രി ഒത്തിരി നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കും, റോബിനൊക്കെ ഉണ്ട്, വർത്തമാനം പറഞ്ഞിരിക്കും. ഒരാളെ ഒരു കാര്യം ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ, ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതിൻ്റെ 10 ഇരട്ടി അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തുകൊണ്ട് വരും. അത് ടിൻസു മാത്രമല്ല, അവിടെയുള്ള അന്ന് വർത്തമാനം പറഞ്ഞിരിക്കുന്ന പിള്ളേർ പലരും ഉണ്ട്. പക്ഷേ ഞാൻ പിൽക്കാലത്ത് കണ്ടത്, ഇങ്ങനെ പള്ളിയോട് ഇത്രയും ആത്മാർത്ഥത ചെയ്ത് ജീവിക്കുന്നവരെ ദൈവം കൈവിട്ടില്ല എന്നുള്ളതാണ്. അവരൊരു പ്രയത്നത്തിനായിട്ട് സ്വന്തം കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോൾ ദൈവം അവർക്ക് തിരിച്ച് കൂടെ നിന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും, അതെനിക്കൊരു ദൈവാനുഭവം ഇപ്പോഴും. ദൈവത്തിന് വേണ്ടി നമുക്ക് ഫ്രീ ആയിരുന്ന സമയത്ത്, ടിൻസു പഠിത്തം കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുന്ന സമയത്ത് ദൈവത്തിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, പള്ളിയുടെ സംഘടനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തപ്പോൾ തിരിച്ച് ടിൻസുവിന് ഓരോ ചിന്തകളും ഓരോ പ്രയത്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ദൈവം കൂടെ നിന്നു എന്നുള്ളതാണ്. അതെപ്പോഴും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതൊരു പക്ഷേ ഈ റോബിന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ സാധിക്കും. കാരണം
നമ്മൾ അച്ഛന്മാർ കുറച്ചുകൂടെ അകന്ന് നിന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും ടിൻസു ഈ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ മുതൽ റോബിൻ കൂടെയുണ്ട്. റോബിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ടിൻസു ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതും ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ മിഷൻ ലീഗ് പോലുള്ള സംഘടന വഴി പ്രവർത്തിച്ച് അതിനുശേഷം യുവദീപ്തിയിലേക്ക് മാറി പ്രവർത്തിച്ച് വരുന്ന സമയങ്ങളിലെല്ലാം ഇപ്പം ഒരു ഡിസംബർ മാസം 1-ാം തീയതി തൊട്ട് എനിക്ക് തോന്നുന്നൊരു ജനുവരി 31 വരെ നമ്മൾ ഒരുമാതിരിപ്പെട്ട ദിവസങ്ങളിലെല്ലാം പള്ളിയിലാണ്. ടിൻസു നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർ കച്ചവടവും കേക്കിൻ്റെ ഓർഡർ എടുക്കുക, അത് ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ പുൽക്കൂട് ഉണ്ടാക്കുക. അത് കിട്ടുന്ന ലാഭം വളരെ തുച്ഛമായ ലാഭമായിരിക്കും, പക്ഷേ നമ്മൾ ആ പരിപാടിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. അതെ. ആ സമയത്ത് നമ്മൾ കുറച്ച് നല്ല സുഹൃത്തുക്കളുമായിട്ട് പള്ളിയിൽ കൊച്ചച്ഛനും ഒക്കെ ആയിട്ട്, കൊച്ചച്ഛൻ നമ്മുടെ ഒരു വൈബായിരിക്കും, എന്തായാലും ഏത് അച്ഛൻ വന്നാലും തീർച്ചയായും നമ്മുടെ വൈബിലായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ അച്ഛനുമായിട്ട് ഇടപെട്ട് പള്ളിയുടെ കുറച്ച് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. അത് മുൻപോട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പം ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുന്നുണ്ട്. കാരണം അതിപ്പം തീർച്ചയായിട്ടും നമ്മുടെ എഫേർട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. അല്ലാതെ പള്ളിക്ക് വേണ്ടി ഒരു വർഷം മുഴുവൻ പണിയെടുത്തു കഴിഞ്ഞാൽ നീ ജീവിതത്തിൽ വിജയിച്ചു എന്നല്ല. തീർച്ചയായിട്ടും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഒന്ന് മോൾഡ് ചെയ്തത് ഈ പറഞ്ഞ സംഘടനകൾക്കൊക്കെ ഒരു വലിയ റോളുണ്ട് അതിൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ മിഷൻ ലീഗിലും യുവദീപ്തിയിലൊന്നും എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പുറത്തായിരുന്നു വളർന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് പറയുമെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും. കാരണം ഞങ്ങളൊന്നും ഒരിക്കലും രാത്രി പള്ളിയിൽ സ്റ്റാറൊന്നും ഇടാൻ ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ എൻ്റെ നെയ്ബേഴ്സൊക്കെ രാത്രി പോയിട്ട് വരാം, ലേറ്റ് ആവും. അണ്ട് രാത്രി പോയിട്ട് അടുത്ത ദിവസം രാവിലെ എങ്ങാനും ആയിരിക്കും അവർ വരുന്നത്. നമ്മൾ കുർബാന കൂടിയിട്ട് വരുന്നു. ദാറ്റ്സ് വെരി എക്സൈറ്റിംഗ്. പക്ഷേ എനിക്ക് പറഞ്ഞപ്പോൾ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ പറഞ്ഞല്ലോ നമ്മൾ ദൈവത്തിന് വേണ്ടി ഇത്രയും മാറ്റി വെച്ചു എന്നോർത്ത് നമ്മൾ വിജയിക്കണം എന്നില്ല. പക്ഷേ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇപ്പം ഓക്കെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു, പക്ഷേ അവർ ആക്ഷൻ റിലേറ്റഡ് ആയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അവർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് കിട്ടാണ്ടിരിക്കുമ്പോൾ അവർ പറയും ഗോഡ് ഇസ് അൺഫെയർ എന്നുള്ളൊരു രീതിയിൽ വരും. ഇപ്പോൾ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ എങ്ങനെയാണ് ലൈക്ക് ഈ പ്രെയറും ആക്ഷനും നിങ്ങളിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്? തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ ഈ പറഞ്ഞ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷം കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ റോളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ ചില വാല്യൂസ്, അത് ഇപ്പോൾ ചിലപ്പം ആത്മാർത്ഥത, അതല്ലെന്നുണ്ടെങ്കിൽ സത്യസന്ധത. ഈ സത്യസന്ധതയൊക്കെ ഞങ്ങളുടെ എല്ലാ ബിസിനസ്സിലും 3 പ്രസ്ഥാനങ്ങളിലും കൊണ്ടുവരാൻ പൂർണ്ണമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ കസ്റ്റമേഴ്സിന് അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് കിട്ടേണ്ട ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി തന്നെയാണ് നമ്മൾ 3 പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ഓർഡേഴ്സായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അഞ്ജന പറഞ്ഞ ഈ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് പ്രെയർ മാത്രം കൊണ്ട് നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുക അല്ലെ, അങ്ങനെ അതൊരു തെറ്റാണല്ലോ. ഒരിക്കലും ബൈബിൾ തന്നെ അങ്ങനെ അല്ലല്ലോ പഠിപ്പിക്കുന്നത്. നമ്മുടെ പ്രയത്നം കൃത്യമായിട്ട് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിലും അല്ലെ നമ്മുടെ പാർട്ട്നേഴ്സ് ആണെങ്കിലും ടീമാണെങ്കിലും അതുപോലെ എഫേർട്ടും ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ പണിയെടുത്താൽ അല്ലെങ്കിൽ അതും കൊണ്ട് എത്തുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ ആദ്യ സമയത്ത് പ്രൊജക്റ്റുകളിൽ പാനല്, ബാറ്ററി ഇങ്ങനെയുള്ള സാധനങ്ങൾ ചുമന്ന് വീടിൻ്റെ മേളിൽ കൊണ്ട് വെക്കുന്നത് ഉൾപ്പെടെ നമ്മളായിരുന്നു. ഈ സന്തോഷോട് കുളങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ജോലി ഒരു പാഷനാക്കി കഴിഞ്ഞാൽ അത് സമയത്തിന് പരിധികൾ പിന്നെ ഉണ്ടാവത്തില്ല. 24 മണിക്കൂറും അതിൻ്റെ പുറകെ നമ്മൾ നടക്കുമെന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ. ഇപ്പോൾ റോബിൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ 24 മണിക്കൂർ നടക്കുമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ റോബിൻ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്യുമായിരുന്നു. അതായത് നമുക്ക് ഈ യൂത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ആയിരുന്നപ്പോൾ, അതായത് ഡിസംബർ 1 തൊട്ട് വരെ ഞങ്ങളുടെ പള്ളിപ്പെരുന്നാൾ ജനുവരിയിലാണ്. അപ്പോൾ അതാണ് ആ 2 മാസമൊക്കെ ഫുൾ ഓട്ടമായിരിക്കുന്നത്, രാത്രിയൊക്കെ ഉൾപ്പെടെ. ഇപ്പം അഞ്ജന പറഞ്ഞ പോലെ രാത്രി 3 മണി 4 മണിയാകുമ്പോൾ ഒരു തവണ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്മസിൻ്റെ അടുത്ത് വരുന്ന ഒരു ഞായറാഴ്ച, അപ്പോൾ സ്റ്റാർ തൂക്കാൻ രാത്രി മൊത്തം പണിയെടുക്കുക. അപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ വരുന്നവർക്ക് ഈ സ്റ്റാർ കാണാൻ പറ്റണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്കതിന് വേറെ പൈസ ഇല്ല, വേറൊന്നുമില്ല, ജസ്റ്റ് അവരെ എല്ലാവരെയും കാണിക്കുക, ഓ യൂത്ത് ഉണ്ടാക്കിയ സ്റ്റാർ സൂപ്പർ എന്നൊന്ന് കേൾക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഉറക്കളച്ച് നിന്ന് എല്ലാവരും കൂടെ എഫേർട്ട് ഇടും. അപ്പം
ലാസ്റ്റ് ഞങ്ങളുടെ ഒരു എലഞ്ഞിമരമുണ്ട്, അത് തൂക്കാൻ ഇങ്ങനെ രണ്ടുപേര് അതിൻ്റെ മേളിൽ കയറി വടം വെച്ച് വലിച്ചു പൊക്കുന്നു, രണ്ടുപേര് ഈ മുളങ്കമ്പ് വെച്ച് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പൊക്കുന്നു. അപ്പോൾ അവിടെ വലിക്കട ഇവിടെ തിരിട ആണ്ട്ര അങ്ങോട്ട് ചെരിയുന്നു, ഭയങ്കര ഒച്ച വെളുപ്പനെ. അപ്പോൾ അച്ഛന് ഡിസ്റ്റർബൻസ് ആയി. അന്ന് നമ്മുടെ നിലവന്തര അച്ഛനായിരുന്നു ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ വന്നിട്ട് ഞങ്ങളെ അന്നേരം വന്ന് പെട്ടെന്ന് വന്ന് വഴക്ക് പറഞ്ഞു, ഇവിടെ പിള്ളേർ ഇതെന്ന് കിടന്ന് ഉറങ്ങുമൊന്നും വേണ്ട, ഈ സ്റ്റാർ എന്ന് പറഞ്ഞ് നിന്നാൽ മതി, ഇന്ന് തന്നെ ഇപ്പോൾ തൂക്കണമെന്ന് എന്നാ നിർബന്ധം, നാളെ എന്നുള്ളത് ചെയ്താലും പോരെ എന്ന് പറഞ്ഞ് അച്ഛൻ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അല്ല ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്യണം, നാളെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് നാളെ എല്ലാവരെയും കാണാനാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അച്ഛനോട് എതിർത്തു. എന്നിട്ട് ഞങ്ങൾ എന്തായാലും ഇത് തീർക്കു വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ് എതിർത്തു. അപ്പോൾ അച്ഛൻ എന്നാൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞ് പോയി. അപ്പോൾ പിറ്റേന്ന് ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ ഉറക്കുക, മിക്കവാറും ഇന്ന് അച്ഛൻ പ്രസംഗത്തിൽ നമ്മളെ തെറി പറയും, ഇന്നലെ എൻ്റെ ഉറക്കം കളഞ്ഞു അല്ലേ അങ്ങനെ എന്തെങ്കിലും രീതി നമ്മളെ കുറ്റം പറയുമെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കുക. അവസാനം അറിയിപ്പിൻ്റെ പോർഷനായപ്പോൾ അപ്പം ഭയങ്കര വ്യത്യസ്തമായിട്ട് അച്ഛൻ ഒത്തിരി പോസിറ്റീവായിട്ട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഞാൻ പിള്ളേരോട് ഒരു ദിവസം കൂടെ കഴിഞ്ഞ് ചെയ്താലും മതി എന്ന് പറഞ്ഞിട്ടും അവർക്ക് നിങ്ങളെ ഇന്ന് ഇത് കാണിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പോൾ അതിന് അവർ വീണ്ടും നിന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോയെന്ന് അച്ഛൻ പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ നമ്മുടെ സ്റ്റൈലിൽ അങ്ങ് ഇൻബോണായിട്ട് വന്നു. അപ്പോൾ നമുക്ക് രാത്രി പ്രശ്നമല്ല, പകൽ പ്രശ്നമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ സ്റ്റൈലിലേക്ക് വരുവാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ജൂൺ ജൂലൈ നല്ല മഴ സമയത്ത് ഈ പത്തനംതിട്ട ബോർഡർ അല്ലെ കോഴഞ്ചേരി അങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലങ്ങളിൽ കസ്റ്റമർ അപ്പോയിൻമെൻ്റ് ഒക്കെ 2-3-4 കഴിഞ്ഞ് വരുമ്പോൾ അന്ന് ബൈക്കിലാണ്, 2 വീലറിൽ ഈ മഴയൊക്കെ നനഞ്ഞ് 1/4 മണിക്കൂർ കൂടുതൽ മഴ നനഞ്ഞ് കഴിഞ്ഞാൽ വിറയ്ക്കും നമ്മൾ. അങ്ങനെ വിറച്ചൊക്കെ ബൈക്ക് ഓടിച്ച് വന്നിട്ടുണ്ട് പലതവണ. അപ്പം അങ്ങനെ ആ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഇൻബിൽറ്റായിട്ട് ഒരു ലൈഫിൻ്റെ പാർട്ടായിട്ട് വേണ്ടി വരുമ്പം എഫേർട്ട് ഇടുക എന്ന് പറയുന്നത് അങ്ങനെ ആയി. വേറൊരു ഇൻസിഡൻറ്റ് ഞാൻ ഈ ഹാർഡ് വർക്കിൻ്റെ ഒരു കേസ് പറയുമ്പോൾ ഓർക്കുന്നുണ്ട്. ഒരു ക്രിസ്മസിന് നമ്മളന്നൊരു ചാരിറ്റി പ്രൊജക്റ്റ് പള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു നിർധന കുടുംബത്തിന് സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വീട് പണിയുടെ ഫൈനൽ സ്റ്റേജും അത് ക്രിസ്മസിൻ്റെ അന്നായിരുന്നു കയറി താമസം, ഹൗസ് വാമിങ്. അപ്പോൾ ക്രിസ്മസ് ടൈമിൽ ഓൾറെഡി ഈ പുൽക്കൂട് ചെയ്യണം, സ്റ്റാർ ചെയ്യണം, കേക്ക് കച്ചവടം ചെയ്യണം, അങ്ങനെ കുറേ പണികളുണ്ട്. അതിൻ്റെ പുറത്ത് ഈ വീടിൻ്റെ പരിപാടിയും ഇതിൻ്റെ ഉദ്ഘാടനവും ആൾക്കാരെ വിളിക്കലും കോർഡിനേഷനും ഫൈനൽ വർക്കും എല്ലാം. അപ്പോൾ ലാസ്റ്റ് 2-3 ദിവസം പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പോലും പറ്റാതെ ഇതിൻ്റെ പരിപാടികളെല്ലാം ഫുൾ ചെയ്ത് നിന്നിട്ട് അന്നത്തെ യൂത്തിൻ്റെ ഡയറക്ടറായിരുന്നു നമ്മുടെ ചക്കാത്രേച്ചനായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് മനസ്സിൽ ഓർത്തിരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതുകൂടെ ഈ ഹാർഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ അന്ന് ചക്കാത്തറച്ചനെ അച്ഛൻ്റെ വീട് എടത്തുവ ഏരിയയിൽ എവിടെയോ ചമ്പക്കുളത്ത് പോയി കാറെ പോയി കൂട്ടിക്കൊണ്ട് വരുവാണ്. അതിരൂപത ഡയറക്ടറാണ്. അപ്പോൾ അച്ഛനെ കാറെ പോയി ഞാനും കൂട്ടുകാരൻ ടോണിയും കൂടെ പോയി കൂട്ടിക്കൊണ്ട് വരുക. ഈ കയറത്താമസത്തിന് അച്ഛനാണ് പ്ലസ് ചെയ്യുന്നത്. വന്ന് കൂട്ടിക്കൊണ്ട് വന്ന് അതും കഴിഞ്ഞ് പതിനക്കുർബാന കഴിഞ്ഞ് അച്ഛനെ കൂട്ടി വന്ന് കയറത്താമസവും കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് അച്ഛനെ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടി ഓടിച്ചിട്ട് തീരെ വയ്യ, ഫുൾ തലയൊക്കെ അങ്ങ് ലോസ്റ്റായി. അപ്പോൾ തെങ്ങടയൊക്കെ ആയപ്പോഴത്തേനും വണ്ടി നിർത്തി, എന്തോ ഭയങ്കര വയ്യാഴികയായിട്ട് വണ്ടി നിർത്തി വെളിയിൽ നിന്ന് കുറേ ഛർദ്ദിച്ചു. അപ്പോൾ അത്രയും ഉറക്കളയും ഇതുമെല്ലാം ഒക്കെ ആയിട്ടേ. അപ്പോൾ അന്നാണ് ഞാൻ മനസ്സിലായി ഇത്രയും ടയേർഡായിട്ട് ബോഡി ഇങ്ങനെ വീക്കായി ലോസ്റ്റായി പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴും പക്ഷേ ഉള്ളിലൊരു സന്തോഷമാണ്. ഓക്കെ, ഇതുപോലെ കഷ്ടപ്പെട്ടു, ഒരു റിസൾട്ട് ഉണ്ടായി, അന്നേരമാണല്ലോ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായെന്നൊരു സംഭവം. അപ്പം ഓഫ് കോഴ്സ് ലൈഫിൽ അത് എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഏതാണെങ്കിലും ആ ഒരു കഠിനാധ്വാനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വേണം. അത് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മൾ പ്രസ്ഥാനം വളർന്നെന്ന് പറഞ്ഞ് ഇനിയൊന്നും ചെയ്യാതിരുന്നാൽ പറ്റില്ല. കോമ്പറ്റീഷൻസ്, പ്രശ്നങ്ങൾ, ചലഞ്ചസ് നമ്മൾ പറയാറുണ്ടല്ലോ ബൈബിളിൽ. നമ്മളെക്കൊണ്ട് താങ്ങാവുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് കിട്ടത്തുള്ളത്. അന്ന് ചെറിയ പ്രശ്നങ്ങളാണ് കിട്ടുന്നെങ്കിൽ ഇന്ന് നമ്മൾ വലുതായപ്പം വലിയ പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യാനും സ്റ്റിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുവാണ്.